നമ്മളിവിടെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഇനിയുള്ള ജീവിതം, അതായത് കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ നിലവിലുള്ള കൃഷിഭൂമി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവരുടെ ലോണുകൾ, ബാങ്കിൽ നിന്നെടുത്ത ലോണുകൾ, ഒരുപാട് ലോണുകൾ എടുത്തിട്ടുണ്ട്. ആ ലോണുകൾ മൊറട്ടോറിയമല്ല, അത് നിരുപാധികം സർക്കാർ എഴുതി തരണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ലോണുകൾ, കാർഷിക ലോണുകളുണ്ട്, അതിന് മൊറട്ടോറിയം ലഭിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. ഈ ലോണുകൾ, അതായത് സ്വർണം പണയം വെച്ച ലോണുകൾ കൂടി എഴുതി തള്ളണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇനി കൃഷിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഇനി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടി സർക്കാർ കണ്ടെത്തി കൊടുക്കണം. അതേപോലെ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ പാട്ടഭൂമി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി വൻ ഭീമമായ തുകകൾ ബാങ്കിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് പല ആൾക്കാരോട് വായ്പയായിട്ടും സ്വകാര്യ വായ്പകളൊക്കെ ആയിട്ട് വാങ്ങിച്ച് കൃഷി ചെയ്യുന്നവരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം സർക്കാർ എഴുതി തരണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായതായി നാട്ടുകാർ പരാതി പറയുന്നുണ്ടോ ജോബേഷ്? പരാതി പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ചെറുകിട മൊബൈലുകളുടെ, അതായത് ചെറുകിട ഇസാഫ് പോലുള്ള ചെറുകിട ബാങ്കുകളെല്ലാം കർഷകരെയും അതേപോലെയുള്ള നമ്മുടെ ഈ പരിസരവാസികളെല്ലാം വിളിച്ച് ആദ്യം സുഖവിവരങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ സാമ്പത്തിക ശിക്ഷ എന്താണ്, നിങ്ങളുടെ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലോണുകൾ അടയ്ക്കാൻ വേണ്ടി ഒരു ഭീഷണി സ്വരത്തിലാണ് അവരുടെ സംസാരം. അതിലൊരു സർക്കാർ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം അടിയന്തരമായി സർക്കാരിന് ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും അടിയന്തരമായ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവണം. ഞങ്ങൾ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് അതിനെ നേരിടുന്നതും. അങ്ങനെയുള്ള ആൾക്കാരെ ആ ദുരന്ത ഭൂമിയിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിലേക്കും അടുപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉറച്ച തീരുമാനവും.